ക്രിസ്തുവേശുവിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും വന്ദനം. അനുഗ്രഹീതമായ ഇന്നത്തെ അനുദിന മന്നയിൽ കർത്താവ് നമ്മോട് ഇടപെടുന്ന ദൈവത്തിൻ്റെ ശബ്ദം വേദപുസ്തകത്തിലെ വലിയ പ്രവാചകന്മാരിൽ അതിശ്രേഷ്ഠനായി അറിയപ്പെടുന്ന യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 45-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ തിരുവചനത്തെ ആധാരമാക്കി നമ്മോട് ഇടപെടുകയാണ് കർത്താവ്. ഞാൻ നിനക്ക് മുമ്പായി കടന്നു എന്ന് ദുർഘടങ്ങളെ നിരപ്പാക്കുകയും താമ്ര ഓടാമ്പലുകളെ ഖണ്ഡിച്ച് കളയുകയും ചെയ്യും. ജാതീയ രാജാവായ കോരശിനോട് യഹോവയുടെ അരുളപ്പാടാണ് ഈ പറഞ്ഞതെങ്കിൽ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട കർത്താവിനെ ആരാധിക്കുന്ന, സ്നേഹിക്കുന്ന, അനുഗമിക്കുന്ന ദൈവത്തിന്റെ പൈതലെ, നിങ്ങൾക്ക് വേണ്ടി അത്ഭുതത്തെ ചെയ്യുവാൻ, നിങ്ങൾക്ക് വേണ്ടി അവൻ്റെ ബലമുള്ള കരം നീട്ടി നിങ്ങളെ ലക്ഷ്യത്തിലെത്തിക്കുവാൻ കർത്താവിൻ്റെ കരം നിങ്ങളുടെ കൂടെയുണ്ടെന്ന് ഓർപ്പിക്കുക. മുൻപിൽ നിൽക്കുന്ന പ്രതികൂലങ്ങളെ കണ്ട് മുന്നോട്ട് പോകാൻ കഴിയാതെ പലവിധമായ ജീവിത പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നവർ ചില പ്രതിസന്ധികൾ നീക്കുവാൻ തങ്ങളെ കൊണ്ട് കഴിയാതിരിക്കുമ്പോൾ അതെങ്ങനെ മുന്നേറുവാൻ കഴിയുമെന്ന് ചിന്തിച്ചുകൊണ്ട് ആകുലപ്പെടുന്നവരോട്, മറിയെ പോലെ കല്ല് ആര് ഉരുട്ടി മാറ്റുമെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നവർ, മുൻപിൽ ഇനി മുൻപോട്ട് കിടക്കാൻ വഴികളൊന്നുമില്ലെന്ന് ഉറച്ച് ജീവിതത്തിൽ നിരാശയോ ഭാരമോ ഒക്കെ പേറിക്കൊണ്ട് വല്ലാതെ ഭാരപ്പെടുന്ന ഏതെങ്കിലും വ്യക്തി എന്നെ കേൾക്കുന്നെങ്കിൽ കർത്താവ് ഇന്ന് നിങ്ങളോട് അരുളി ചെയ്യുന്ന ദൈവശബ്ദമാണ്. കർത്താവ് എനിക്കും നിങ്ങൾക്ക് മുമ്പായി കടന്നു ചെന്ന് ദുർഘടങ്ങളെ നിരപ്പാക്കി നമ്മെ മുൻപോട്ട് കരം പിടിക്കുന്ന ദൈവപ്രവൃത്തി വെളിപ്പെടുത്തുക. മുൻപിൽ വാതിലുകൾ അടച്ചു വെച്ച് വെല്ലുവിളികൾ ഉയർത്തി നിന്നെ ഭീതിപ്പെടുത്തുമ്പോൾ, വേദനിപ്പിക്കുമ്പോൾ തങ്ങൾ ഏകാഗ്രചിത്തന്മാരായിരിക്കുന്നവർക്ക് വേണ്ടി യഹോവ തന്നെത്താൻ ബലവാനത കാണിക്കേണ്ടതിന് ഒരു ആത്മാവ് ഊടാടി സഞ്ചരിക്കുന്നുവെങ്കിൽ, പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ പൈതലെ, നിങ്ങളുടെ ഞരക്കങ്ങളും നിങ്ങളുടെ കണ്ണുനീരും നിങ്ങളുടെ സങ്കടവും കേട്ട് മറുപടി നൽകുന്ന കർത്താവിൻ്റെ അത്ഭുതകരമായ കരം കോരശിന് വേണ്ടി പ്രവർത്തിച്ചതുപോലെ ഇന്ന് നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങൾക്കും നിങ്ങളുടെ തലമുറകൾക്കും നിങ്ങളുടെ ശുഭതയിലേക്ക് നടത്തുവാൻ ആവശ്യമായ വഴികളെ തുറന്നു തന്ന് നിങ്ങളെ മാനിക്കുന്ന ദൈവപ്രവൃത്തി കർത്താവ് ഇന്ന് നമുക്ക് വേണ്ടി ചെയ്യുമെന്ന് ഓർപ്പിക്കുമ്പോൾ, ഹേരോദാവിൻ്റെ പദ്ധതിയിൽ അടയ്ക്കപ്പെട്ട് കിടക്കുന്ന പത്രോസിനെ വിട്ടുകൊടുക്കുവാനല്ല കർത്താവിൻ്റെ പദ്ധതി, മറിച്ച് ഹേരോദാവിൻ്റെ പൂട്ടുകളെ പൊളിച്ച് തൻ്റെ ഭക്തനെ പുറത്തു കൊണ്ടുവന്ന് അടയപ്പെട്ട വാതിലുകളെ തുറന്ന് അവനെ സ്വതന്ത്രമാക്കുന്ന ദൈവപ്രവൃത്തി പോലെ എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നിങ്ങളുടെ ജീവിതത്തിൽ വിശാലതയുടേത്, അനുഗ്രഹത്തിൻ്റേത്, സ്വാതന്ത്ര്യത്തിൻ്റേത്, സന്തോഷത്തിൻ്റെ പുതുവഴികളെ കർത്താവ് തുറന്ന് നിങ്ങളെ ജയാളികളാക്കി മുൻപോട്ട് നടത്തുവാൻ അവന് പദ്ധതി ഉള്ളതുകൊണ്ട് കർത്താവിൻ്റെ ബലമുള്ള പാദാന്തിക താണിരുന്ന് ദൈവ തിരുമുഖം അന്വേഷിക്കാം, ദൈവത്തിൻ്റെ പ്രവൃത്തിക്കായി കാത്തിരിക്കാം. നല്ലൊരു ദിനം ആശംസിക്കുന്നു. ഗോഡ് ബ്ലസ് യു ഓൾ.